കുറൂരമ്മ മാതൃഭക്തിയുടെ ഇതിഹാസം. ഗുരുവായൂരപ്പന്റെ വിശ്വവിഖ്യാതമായ ഭക്തരിലൊരാളായിരുന്നു കുറൂരമ്മ. 1570 തൃശൂർ ജില്ലയിലെ കേച്ചേരിക്കടുത്ത് പറവൂർ ഗ്രാമത്തിൽ ഗൗരി എന്ന പേരിലാണ് അവർ ജനിച്ചത്. വെറും 16-ാം വയസ്സിൽ വിധവയായതോടെ അവരുടെ ലോകം ഭഗവാൻ കൃഷ്ണനിൽ മാത്രമായി ഒതുങ്ങി. വില്വമംഗലം സ്വാമിയാർ പൂന്താനം, മേൽപ്പത്തൂർ എന്നിവരുടെ സമകാലീനയായിരുന്നു കുറൂരമ്മ. കുട്ടികളില്ലാത്ത കുറൂരമ്മ ഭഗവാനെ തന്റെ സ്വന്തം കുഞ്ഞായിട്ടാണ് കണ്ടിരുന്നത്. യശോദയെപ്പോലെ അവർ കൃഷ്ണനെ സ്നേഹിക്കുകയും ശാസിക്കുകയും ചെയ്തു. കുറൂരമ്മയുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ ഉണ്ണി എന്ന പേരിൽ ഒരു ബാലനായി അവരുടെ ഇല്ലത്ത് വസിച്ചിരുന്നതായി ഐതിഹ്യങ്ങൾ പറയുന്നു. ആ കുട്ടി അവർക്കായി വിറക് കീറുകയും അടുക്കള ജോലിയിൽ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ വില്വമംഗലം സ്വാമിയാർ കുറൂർ ഇല്ലത്തെത്തിയപ്പോൾ പൂജയ്ക്ക് അർപ്പിക്കുന്ന പൂക്കൾ ഉണ്ണിക്കണ്ണന്റെ കാൽച്ചുവട്ടിൽ എത്തുന്നത് കണ്ട് അത്ഭുതപ്പെട്ടു. ഭഗവാനെ ഒരു പൊട്ടിയ മൺകലത്തിൽ അടച്ചുവെച്ച കുറൂരമ്മയുടെ കഥ ഇന്നും ഭക്തർക്കിടയിൽ പ്രസിദ്ധമാണ്. തന്റെ ഭക്തിയുടെ സ്നേഹത്തിനു മുന്നിൽ 14 ലോകങ്ങളുടെയും നാഥനായ കൃഷ്ണൻ വെറുമൊരു സാധാരണ കുട്ടിയായി മാറി. എനിക്ക് നീ അല്ലാതെ മറ്റാരുമില്ല, യശോദയെ ഉപേക്ഷിച്ചതുപോലെ എന്നെ വിട്ടുപോകരുത് എന്നായിരുന്നു ഭഗവാനോട് അവരുടെ ഏക അപേക്ഷ. AD 1640 അവർ ഭഗവാനിൽ ലയിച്ചു. ഇന്നും മാതൃഭക്തിയുടെ ഉദാത്തമായ മാതൃകയായി കുറൂരമ്മ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു.